നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ ജീവിതത്തിൽ നമ്മളുടെ മനസ്സിൽ ശത്രുതയ്ക്ക് സ്ഥാനം നൽകുവാൻ പാടില്ല. നമ്മളുടെ മനസ്സിൽ ഒരിക്കൽ പോലും ശത്രുതയ്ക്ക് സ്ഥാനം നൽകുവാൻ പാടില്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ജീവിതത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിൽ ശത്രുത ഇടം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മനസ്സിൽ ശത്രുത ഇടം പിടിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതപ്പതിച്ചു പോകും. തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഒരുപാട് പിന്നോട്ട് പോകും. നിങ്ങൾക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ വരും. ഒന്നിലും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് പാടില്ല? ഒരിക്കലും ആരോടും ശത്രുത വെച്ച് പുലർത്തുവാൻ പാടില്ല. കേട്ടോ, നമ്മുടെ മനസ്സിൽ ഒരിക്കൽ പോലും ശത്രുതയ്ക്ക് സ്ഥാനം നൽകുവാൻ പാടില്ല. ശത്രുതയ്ക്ക് സ്ഥാനം നൽകുവാൻ പാടില്ല. അപ്പം നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ്? ശത്രു നമ്മൾ ഒരാളെ ശത്രുവായിട്ട് കണക്കാക്കുന്ന ആരെയാണ്? അപ്പം ശത്രു എന്ന് ഒരാൾ നമ്മുടെ ശത്രുവാകാൻ നിമിഷ നേരം മതി. കാരണം തെറ്റായ ഒരു ചെറിയ വാക്കോ തെറ്റായ ഒരു ചെറിയ പ്രവൃത്തിയോ മതി എന്ത് ചെയ്യാൻ? ആജന്മ സുഹൃത്ത് ചിലപ്പോൾ എന്തായി മാറിയേക്കാം? ഒരു കടുത്ത ശത്രുവായി മാറിയേക്കാം. കേട്ടോ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാൽവെപ്പും വളരെ ശ്രദ്ധിച്ചു വേണം. കേട്ടോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ശത്രു ഒരു വ്യക്തി ഒരാളെ ശത്രുവായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അയാൾക്ക് ശാരീരികമായോ മാനസികമായോ പ്രയാസം ഉണ്ടാക്കിയ ആളെ എന്ത് ചെയ്യും? അയാളെ ശത്രുവായിട്ട് കണക്കാക്കും. അങ്ങനെയല്ലേ? ആണോ അല്ലയോ? ആണോ? അപ്പം നമ്മൾ എങ്കിലും ഞാൻ പറയുകയാണ്, ആരോടും ശത്രുത വെച്ച് പുലർത്തുവാൻ പാടില്ല. ഒരു മനുഷ്യനോടും നമ്മൾ ശത്രുത വെച്ച് പുലർത്തുവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ നല്ല ചിന്താഗതികൾക്ക് സ്ഥാനം നൽകുക. നമ്മൾ കേട്ടില്ലേ, ഈ കുട്ടികളുടെയൊക്കെ മനസ്സിലായാലും കുട്ടികളുടെ മനസ്സിൽ ശത്രുത വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടികൾ പഠനത്തിലൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് പിന്നോട്ട് പോകും. അവർക്ക് ജീവിതത്തിൽ വളരുവാൻ കഴിയാതെ വരും. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയാതെ വരും. അതുകൊണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും മനസ്സിൽ ശത്രുതയ്ക്ക് സ്ഥാനം നൽകാതിരിക്കുക. നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ തൊഴിൽ മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോകുക. അങ്ങനെയെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വളരുവാനായിട്ട് കഴിയും. ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുവാനായിട്ട് കഴിയും. കേട്ടോ, നല്ല ചിന്താഗതികളും നല്ല പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? ജീവിതത്തിൽ നല്ല ഒരു വിജയം സാധ്യമാക്കുകയുള്ളൂ. കേട്ടോ, നന്മയിലൂടെ മാത്രമേ ജീവിതത്തിൽ നല്ല ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നല്ല ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. നല്ല ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അത് വേറെ കാര്യം. കേട്ടോ, ജീവിതത്തിൽ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നല്ല ചിന്താഗതികൾക്കും നല്ല പ്രവൃത്തികൾക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ജീവിതത്തിൽ സ്ഥാനം നൽകണം. നമ്മുടെ മനസ്സിലെ ശത്രുത പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ശത്രുതയ്ക്ക് മനസ്സിൽ സ്ഥാനം നൽകാനേ പാടില്ല. ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആരോടും ശത്രുത വെച്ച് പുലർത്തുന്ന ഒരാളല്ല. ഒറ്റ ഒരാളിനോടും ഞാൻ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരാളല്ല. എന്ന് കരുതി ഞാൻ അമിതമായിട്ട് ആരോടും വർത്തമാനം പറയാറൊന്നുമില്ല. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. കേട്ടോ, സമൂഹത്തിൽ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. ഒരാൾ ചോദിച്ചാൽ ആ ചോദിക്കുന്നതിന് മറുപടി മാത്രമേ ഞാൻ പറയാറുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, വേറെ കാര്യം. എന്ന് കരുതി ഒരാളോട് ഞാൻ എന്ത് ചെയ്യില്ല? ശത്രുത വെച്ച് പുലർത്താതെ. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാം, നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ക്ഷമിച്ചു കൊടുക്കുക. അതാണ് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നവനാണെന്ത്? യഥാർത്ഥ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. മനുഷ്യൻ്റെ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കഴിവ്. അതാണ് മനുഷ്യൻ്റെ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. കേട്ടോ, ഉള്ളത് നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഞാൻ ആരോടും ശത്രുത വെച്ച് പുലർത്താതെ. പക്ഷേ എനിക്കൊരാളിൽ നിന്നൊരു നെഗറ്റീവ് അനുഭവം നേരിട്ട് കഴിഞ്ഞാൽ ഞാൻ അയാളോട് ശത്രുത വെച്ച് പുലർത്താറില്ല. പക്ഷേ ഞാൻ അയാളോട് എപ്പോഴും പിന്നീട് ഒരു അകലം പാലിക്കും. കേട്ടോ, ഞാൻ ഒരിക്കലും പിന്നെ അയാളോട് ചങ്ങാത്തം കൂടുവാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. അത് നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഞാൻ അയാളോട് ശത്രുത വെച്ച് പുലർത്താറില്ല. അതുപോലെ തന്നെ അയാളുടെ പക്ഷേ എന്ത് ചെയ്യും? ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യും? അയാളിൽ നിന്ന് എപ്പോഴും ഒരു അകലം പാലിക്കും. അതെൻ്റെ ഒരു രീതിയാണ്. കേട്ടോ, അത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ ഒരിക്കൽ പോലും ശത്രുത നമ്മുടെ മനസ്സിനെ കീഴടക്കുവാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ശത്രുത നിങ്ങളുടെ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങുമെങ്ങും എത്താൻ കഴിയാതെ പോകും. നല്ല ചിന്തകൾക്കും നല്ല പ്രവൃത്തികൾക്കും ജീവിതത്തിൽ മുൻതൂക്കം നൽകുക. നന്മകൾ പ്രവർത്തിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. നന്മകൾ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ്. ഒരു ചെറിയ നന്മ
നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഒരു ചെറിയ നന്മ പോലും നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് അനുഭവം നമുക്കുണ്ടാകും കേട്ടോ. ഉറപ്പാണ്. ഒരു 10 രൂപയുടെ സഹായം നമ്മൾ ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1000 രൂപയുടെ ഒരു 1000 രൂപയ്ക്കുള്ള വക നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വീഴും. അതാണ് അത് ഒരു പ്രപഞ്ച അലംഘനീയമായ ഒരു പ്രപഞ്ച സത്യമാണ് കേട്ടോ. അപ്പോൾ നന്മകൾ ചെയ്യാനും പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമുക്ക് പിന്നൊന്നും ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നന്മകളെ തേടിപ്പോകേണ്ട ആവശ്യമില്ല, നന്മകൾ നമ്മെ തേടിയെത്തുമെന്നാണ് കേട്ടോ. അത് എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശത്രുതയ്ക്ക് എന്ത് സ്ഥാനമില്ല, നമ്മുടെ മനസ്സിൽ യാതൊരുവിധ സ്ഥാനവും നൽകാൻ പാടില്ല. ഈ ശത്രുത ഉടലെടുക്കുന്ന എവിടെ നിന്നാണ്? ശത്രുത ഉടലെടുക്കുന്നത് നമ്മളുടെയൊക്കെ മനസ്സിൽ നിന്നുമാണ് കേട്ടോ. ഈ ശത്രുതയ്ക്ക് ഒരു കാരണം, ശത്രുത അസൂയയിൽ നിന്നും എന്തുണ്ടാകും, അസൂയയിൽ നിന്നും ചിലപ്പോൾ എന്തിലേക്ക് മാറും, അസൂയയിൽ നിന്നും ശത്രുതയിലേക്ക് പോകാറുണ്ട്. അസൂയക്കോ ശത്രുതയ്ക്കോ ഒന്നും നമ്മളുടെ മനസ്സിൽ സ്ഥാനം നൽകാൻ പാടില്ല. നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ മനസ്സിലുള്ള ശത്രുതാ മനോഭാവവും അതുപോലെ തന്നെ അസൂയ അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ യഥാർത്ഥ ശത്രു. അതൊക്കെ നീക്കിവെച്ച് അതൊക്കെ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക കേട്ടോ. ജീവിതത്തിൽ എന്ത് ചെയ്യും, ഉറപ്പാണ് ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും.